തിരുവനന്തപുരം മുണ്ടേലയിൽ സഹകരണ സംഘം പ്രസിഡന്റിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനകുമാരൻ നായരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം 34 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ, അത് ആത്മഹത്യ തന്നെ എന്ന് സ്ഥിരീകരിക്കുകയല്ലേ പോലീസ്? അതിന് കാരണം ഈ പറയുന്ന കാരണങ്ങളൊക്കെ തന്നെയാണെന്നും സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? ഹാഷ്മി, പ്രാഥമികമായ പരിശോധനയിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആളെ, കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ മോഹനകുമാരൻ നായർ. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇയാളുടെ തന്നെ റിസോർട്ടിന് പുറകിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 34 കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഈ സഹകരണ സംഘത്തിൽ നടന്നു എന്നുള്ളത് നേരത്തെ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. കണ്ടെത്തിയതിന് പിന്നാലെ രജിസ്ട്രാർക്ക് ആ റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെ ഇതിൽ കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് 200ഓളം നിക്ഷേപകരാണ് ഇതിനെതിരെ രംഗത്ത് വരികയും വലിയ പ്രതിഷേധങ്ങൾ ഈ ബാങ്കിൽ നടക്കുകയും ചെയ്തു. 30 കേസുകൾ ഇതുവരെ പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. കേസുകൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒളിവിൽ പോയത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു ദിവസമായി ബാങ്കിൽ ശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ റിസോർട്ടിന് പുറകിലായി ഈ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സഹകരണ സംഘം പ്രസിഡന്റാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അതിന്റെ പോലീസ് അന്വേഷണം തുടരുകയാണ്.